രാവിലെ പെയ്ത മഴ എല്ലാവരും ബുദ്ധിമുട്ടിച്ചു കേട്ടോ. പണിയൊക്കെ ലീവാക്കി അങ്ങനെ വീട്ടിലങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ തറവാട്ട് വീട്ടിൽ പോയി. നല്ല അടിപൊളി മഴ, ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് വരിക, ഇതായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി അമ്മേനെ സഹായിക്കാൻ വേണ്ടി പോയി. അമ്മ ആകെ സങ്കടപ്പെട്ട് ഇരിക്കണം, ആടിന് വിടാൻ പറ്റാണ്ട് ഇരിക്കണം കേട്ടോ, വേറൊന്നുമില്ല. ഈ മഴയത്ത് എങ്ങനെ ആടിന് വിടാൻ വേണ്ടിയിരിക്കുകയാണ്, കണ്ടില്ലേ. ആടുകൾക്കാണെങ്കിൽ ഒരുകൊണ്ട് ഇല കിട്ടിയിട്ടില്ല. അന്ന് മഴ ഗ്യാപ്പ് വന്നാലല്ലേ ഇല വലിക്കാൻ പോയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും വിശന്ന് വന്നിട്ട് ഇരിക്കണം. അങ്ങനെ മഴയത്തിൽ പോയത് ഞാൻ തോട്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി. മഴയത്തിൽ കമ്മിയായതാണ്ടാ, ഞാനും മകനും കൂടിയിട്ടാണ് പോയത്. നമ്മുടെ അടുത്ത് തന്നെ ഒരു കാടുണ്ട്, അവിടെ പോയിട്ട് ഇങ്ങനെ തൂപ്പൊക്കെ വലിക്കാൻ വേണ്ടി പോയി. കുറച്ചൊക്കെ അവൻ സഹായിച്ചു വന്നു. പിന്നെ അവനായിട്ട് ഫോൺ കൊടുത്തും കൊണ്ട് ഞാൻ വലിക്കാൻ പോയി. വന്നേക്കുള്ള സ്ഥലമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും അച്ഛനും കൂടിയൊക്കെ ഇവിടെ തൂപ്പ് വലിക്കാൻ വരും, വരയുണ്ടാക്കാൻ വരും. അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. വലിയൊരു മുതലാളിയുടെ കയ്യിലാണ് ഈ സ്ഥലമുള്ളത്. അത് തന്നെ എപ്പോഴും ഈ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് പോയി തൂപ്പൊക്കെ വലിക്കാം, വിറകൊക്കെ വലിക്കാം, പിന്നെ ചെറിയ ചെറിയ മുളകളൊക്കെ വെട്ടിമുറിക്കാം. കഴിഞ്ഞ കാറ്റും മഴയത്തൊക്കെ നല്ല നല്ല മരങ്ങളൊക്കെ കൊണ്ടിരുന്നു, അതിൻ്റെ വിറകൊക്കെ കുറേ ഉണ്ടാക്കി. ഇപ്പം നമുക്ക് ആവശ്യമുള്ള വിറകുകളും തൂപ്പുകളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇതാണ് അമ്മ. അമ്മ വന്ന് പാതവെല്ലാം അങ്ങനെ ഇരുന്നു. ഈ ചെടിയും തൂപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും അമ്മ വരില്ല. ഇന്നത്തേക്കുള്ള മാത്രം വച്ചിട്ടുള്ളൂ തൂപ്പുകൾ. നാളെ വന്ന് കുറച്ച് വലിച്ചു തരാൻ പറഞ്ഞു. ആടുകളെല്ലാം വിശന്ന് വന്നിരിക്കുകയല്ലേ. ഏകദേശം ഒരു 3-4 മണി ആയി. ആകെ ഒരു നേരം ആട് വിടുകയുള്ളൂ, 4 മണിയാകുമ്പോൾ. ഒരു നേരം വിടുന്നതിന് അവർ ഒരു 3-4 മണി കഴിഞ്ഞ് ഇങ്ങനെ ഒരേ കരച്ചിൽ തുടങ്ങും. അവിടെ ആൾക്കാർ നമ്മൾ ആട് വിടണല്ലോ ഉണ്ട്. ഒന്ന് വിട്ടാലും മേയാൻ നിൽക്കില്ല, ഇലകളൊക്കെ നനഞ്ഞു നിൽക്കില്ലേ. അപ്പം നീ തൂപ്പന്നെ കെട്ടി കൊടുക്കണില്ല, അതന്നെ ഉള്ളൂ. തൂപ്പ് കെട്ടി കൊടുക്കുന്നതല്ല, അല്ലാതെ ശീലമാകും മാറവർ. ഏകദേശം ഈ സമയമാകുമ്പോൾ വിടാനും തൂപ്പ് കെട്ടേ വേണ്ടങ്ങനെ ഇരിക്കും. കുറച്ചൊക്കെ വന്ന് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം മതി പറഞ്ഞപ്പോൾ ശരി എന്ന് നിർത്തി അതൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങി വന്നു. കണ്ടില്ലേ വഴികൾ, ആദ്യമൊക്കെ ഞങ്ങളുടെ നടവഴിയായിരുന്നത്, കടയിൽ പോലുള്ള വഴിയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ കനാലിൻ്റെ ഓരമാണ്, ചുറ്റൂർ പുഴയാണ്. അപ്പോൾ ആരും അതിൽ പോകാതെ കാരണം വഴിയൊക്കെ അങ്ങനെ അടഞ്ഞു. ഞാൻ അവിടെ തൂപ്പൊക്കെ വലിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ വച്ചതിൻ്റെ ബാക്കിയൊക്കെ അമ്മതാ ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അത് ചോട്ടി കിടന്നുകൊണ്ട് അമ്മയും വന്നു. ഞാൻ ആദ്യം ഒരു പങ്കൊക്കെ കൂട്ടിക്കൊണ്ട് കൊടുത്തു. കുറച്ച് പോണതിനും എടുത്തിട്ട് അത് അമ്മ വരികയാണ്. അമ്മ ആരാണ് വീഡിയോ എടുക്കുന്നത്. അമ്മയ്ക്കാണ് നടക്കാൻ വയ്യ. നല്ല ആട് വിടണ്ട, തൂപ്പൊക്കെ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞാലും കേൾക്കുന്നില്ല. ആടിന് വിടും വൈകുന്നേരം ഒരു നേരം. അങ്ങനെ തൂപ്പൊക്കെ കൊണ്ടുവന്നതാ ആടിന് കൊടുക്കാൻ പോവാണ്. എല്ലാവരും വിശന്ന് വന്നിരിക്കണം. അപ്പോൾ ചെറിയ കുട്ടിക്ക് ആദ്യം കൊടുത്തു. ഇതാണ് ഞങ്ങളിപ്പോൾ ഉള്ള ചെറിയ കുട്ടി, ഒരു കറുപ്പ് കുട്ടിയാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ എല്ലാം വിശന്ന് വന്ന് നിൽക്കണം കേട്ടോ. അത് മേലേക്ക് ചാടി എന്നാണ് അപ്പം പറയുന്നത്. തൂപ്പ് കൊണ്ടുവന്ന് മേലേക്ക് ചാടി. ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് എല്ലാവരും വിശന്ന് വന്ന് അങ്ങനെ ചാടി മറിയാണ് തൂപ്പിന് വേണ്ടിയിട്ട്. അത് എല്ലാവർക്കും കുറച്ച് കുറച്ചായി കൊടുത്തു. ഇനി അവിടെ കെട്ടിക്കൊടുക്കുന്ന തൂപ്പ് അത് അമ്മയാണ് കെട്ടിക്കൊടുക്കുന്നത്. ഞങ്ങളുടെ ബബിലൊക്കെ ഉണ്ടായിരുന്നുള്ളു, വെള്ളക്കുട്ടി, ചെറിയ വെള്ളക്കുട്ടിയാണ് ബബിലു. തൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.